ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സംസാര രീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും അതുകൊണ്ട് ധാരാളമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുള്ളവരാണ് ഈ മകീരം നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം. അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ കഠിനാധ്വാനത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. എന്നാൽ സെപ്റ്റംബർ മാസം 17-ാം തീയതി വരെ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് രാഹുവിനോട് ചേർന്ന് യോഗം ചെയ്യുന്നതിനാലും ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ തന്നെ ചിട്ടയായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങൾ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ ഈ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ സ്വക്ഷേത്ര ബലവാനായിട്ട് മാറുന്നതും ജന്മരാശിയിലാണെങ്കിലോ വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ മകീരം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രഗതിയിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരനാണെങ്കിലോ സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ട് നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയുടേതായ അനുകൂല സ്ഥിതി കാണുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ജന്മരാശിയിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളത് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ വരുന്നവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ
ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ സഹായസ്ഥാനത്തും സുഖസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി വളരെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. എന്നാലോ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതും ഈ ജന്മരാശിയിൽ നിന്നുകൊണ്ട് ഈ ചൊവ്വ സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ സ്വാധീനശക്തി ഉള്ളതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും കൂടുതലായിട്ട് വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ടെൻഷനും മറ്റും മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ട് തോന്നുന്ന പക്ഷം നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും തളർച്ച കൂടാതെ മനോബലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠന സംബന്ധമായിട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ സ്ഥിതി വരുന്നത് കൊണ്ട് വരവിനേക്കാളും ഉപരി ചിലവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്.